കോഴിക്കോട് കോൺഗ്രസിൽ പൊട്ടിത്തെറി. യൂത്ത് കോൺഗ്രസ് പരിപാടി ബഹിഷ്കരിച്ച ചാണ്ടി ഉമ്മനെതിരെ DCC പ്രസിഡന്റ് രംഗത്ത് വന്നു. വിശദീകരണം നൽകണമെന്ന പ്രവീൺ കുമാറിന്റെ പ്രതികരണത്തിന് പാർട്ടിയിൽ തീർത്തോളാമെന്ന് ചാണ്ടി ഉമ്മന്റെ മറുപടി. ടി സിദ്ദിഖ്, ഷാഫി പറമ്പിൽ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് ചാണ്ടി ഉമ്മൻ യൂത്ത് കോൺഗ്രസ് പരിപാടി ഒഴിവാക്കിയത്. അതേസമയം DCC ഓഫീസിലെത്തി ചാണ്ടി ഉമ്മൻ പ്രവീൺ കുമാറുമായി കൂടിക്കാഴ്ച നടത്തി. രാവിലെ സംഭവിച്ചത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് മാത്രമാണെന്നായിരുന്നു ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. ഒരു കമ്മ്യൂണിക്കേഷൻ വേറൊരു പ്രശ്നമില്ല. ഞങ്ങൾ വളരെ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഒരു 15 ദിവസം മുമ്പ് ഞാൻ വന്ന് ഈ എന്താ പറയുക DCCയെ കുറിച്ചും ഓഫീസിനെ കുറിച്ചൊക്കെ പോസ്റ്റ് ഇട്ട് വളരെ സൗഹൃദത്തിൽ പിരിച്ചതാണ്. ഇന്നിപ്പോൾ ഒരു ചെറിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പെന്നേ ഉള്ളൂ, വേറൊരു പ്രശ്നമില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി AK ലതീഷ് ചേരുന്നുണ്ട്. കൃത്യമായി തന്നെ ലതീഷ്, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അല്ല, അവിടെ വലിയ തരത്തിലുള്ള ഗ്രൂപ്പ് തർക്കമുണ്ട്, കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമുണ്ട്. ഷാഫി പറമ്പിൽ, ടി സിദ്ദിഖ് ഗ്രൂപ്പ് തർക്കം വല്ലാതെ വ്യാപിക്കുന്നുണ്ട്. അതുതന്നെയാണ് പ്രവീൺ കുമാർ DCC അധ്യക്ഷൻ പറഞ്ഞിട്ട് പോലും ചാണ്ടി ഉമ്മൻ പങ്കെടുക്കാതിരുന്നത്. എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയാൽ പോലും അവിടെ ആ തർക്കം അങ്ങനെ തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായത് ഗ്രൂപ്പ് തർക്കത്തെ തുടർന്നാണ് എന്നാണ് വാസ്തവം. കാരണം പരിപാടി ഏറ്റത് ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ്റെ പേരിൽ പോസ്റ്റർ പുറത്തിറക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് ആണ് പോസ്റ്റർ പുറത്തിറക്കിയത്. കോർപ്പറേഷനെതിരെയുള്ള ഒരു പ്രതിഷേധ പരിപാടി എന്നുള്ള നിലയിൽ DCCയുടെ അനുമതിയോടുകൂടിയാണ് ഈ പരിപാടി നടന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റിയാണ് യുവജന സമ്പർക്ക യാത്രയുടെ ഉദ്ഘാടകനായി ചാണ്ടി ഉമ്മനെ നിശ്ചയിച്ചത്. അതിൽ ഇന്ന് രാവിലെ കോഴിക്കോടെത്തിയ ചാണ്ടി ഉമ്മനുമായി പ്രവീൺ കുമാർ, DCC പ്രസിഡന്റ്, തന്നെ സംസാരിച്ചു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. വിട്ടുനിന്നത് ശരിയായില്ല, തെറ്റാണ്, നിന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് തന്നെയാണ് പ്രവീൺ കുമാർ പറഞ്ഞത്. അതുകൊണ്ട് വിശദീകരണം നൽകണം എന്നും പ്രവീൺ കുമാർ രാവിലെ തന്നെ പ്രതികരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ചാണ്ടി ഉമ്മൻ തിരിച്ചടിച്ചത് താൻ ഈ പരിപാടി ഏറ്റിട്ടില്ല, പാർട്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ അത് പാർട്ടിയിൽ തന്നെ തീർത്തോളാം എന്ന് തന്നെയാണ് ചാണ്ടി ഉമ്മൻ പ്രതികരിച്ചത്. പിന്നീട് പ്രവീൺ കുമാർ പറഞ്ഞതനുസരിച്ച് തന്നെയാണ് ചാണ്ടി ഉമ്മൻ കോഴിക്കോട് DCC ഓഫീസിലേക്ക് നേരിട്ടെത്തിയത്. അതിനുശേഷം ചാണ്ടി ഉമ്മൻ്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. അത് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിയാനാണ് ചാണ്ടി ഉമ്മൻ ശ്രമിച്ചത്. എന്നാൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായത് തീർച്ചയായും ഗ്രൂപ്പ് തർക്കത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഷാഫി പറമ്പിൽ, ടി സിദ്ദിഖ് ഗ്രൂപ്പ് തർക്കം കോഴിക്കോട് ജില്ലയിൽ രൂക്ഷമാണ്. ടി സിദ്ദിഖ് പറഞ്ഞതനുസരിച്ചാണ് ചാണ്ടി ഉമ്മൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് അല്ലെങ്കിൽ പരിപാടി ബഹിഷ്കരിച്ചത് എന്നാണ് ഷാഫി അനുകൂലികൾ പറയുന്നത്. ഷാഫി അനുകൂലികളായ ഷാഫിയെയും അതേപോലെ തന്നെ MK രാഘവൻ്റെയും അനുകൂലികളാണ് ഈ പരിപാടി നിശ്ചയിച്ചതും നടത്തുന്നതും. അതിന് DCCയുടെ സമ്മതമുണ്ടായിരുന്നു, DCCയുടെ അനുമതി ഉണ്ടായിരുന്നു. DCCയുടെ അനുമതിയോടുകൂടി നടന്ന പരിപാടിയാണ് ചാണ്ടി ഉമ്മൻ ബഹിഷ്കരിച്ചത്. അത് ടി സിദ്ദിഖിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് തന്നെയാണ് ഈ ഷാഫിയെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ DCCയെ ഒക്കെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. പി റമീസ് മണ്ഡലം പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് ക്ഷണിച്ചിരുന്നു, ഷാഫി പറമ്പിൽ ചാണ്ടി ഉമ്മനെ ക്ഷണിച്ചിരുന്നു. AICCക്കും KPCCക്കും പരാതി നൽകും എന്നുകൂടി മണ്ഡലം പ്രസിഡന്റ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. സിജു, ശരി. AK ലതീഷാണ് കോഴിക്കോട് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.